അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സുബാഹുൽ ഖൈർ. എല്ലാവർക്കും നല്ല പ്രഭാതം നേരുന്നു. ഒരു ദിനം ഒരു ഹദീസ്. ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് മദ്യപാനിക്കുള്ള ശിക്ഷകളെ സംബന്ധിച്ചുകൊണ്ടാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ തുജാലിസു ശർറാബൽ ഖംരി, നിങ്ങൾ കള്ളുകുടിയന്മാരുമായി സഹവസിക്കരുത്. വലാ തഊദു മർലാഹും, അവർ രോഗിയായാൽ സന്ദർശിക്കരുത്. വലാ തഷ്ഹദു ജനായിസഹും, മരണപ്പെട്ടാൽ ശേഷക്രിയയിൽ പങ്കാളികളാവരുത്. വ ഇന്ന ശാരിബൽ ഖംരി യജീഉ യൗമൽ ഖിയാമത്തി മുസ്വദ്ദൻ വജ്ഹു മുദ്ലിഅൽ ലിസാനു അലാ സ്വദ്രി, നിശ്ചയം മദ്യപാനി മുഖം കറുത്തിരുണ്ടവനായി ഖിയാമത്തെ നാളിൽ വരും, നാവ് നെഞ്ചിലേക്ക് നീട്ടുകയും ചെയ്യും. യസീലു ലുആബുഹു യഖ്ദിറുഹു കുല്ലു മൻ റആഹു വഅറഫഹു അന്നഹു ശാരിബു ഖംറിൻ, കാഴ്ചക്കാർക്ക് അരോചകമാം വിധം കേല ഒലിക്കുകയും ചെയ്യും. അവൻ മദ്യപാനിയാണെന്ന് എല്ലാവർക്കും മനസ്സിലാകുകയും ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം ബുദ്ധിമുട്ടുകളിൽ നിന്ന് നമ്മെയും നമ്മോട് ബന്ധപ്പെട്ട ആളുകളെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ എന്ന് ആദ്യമായി പ്രാർത്ഥിക്കുകയാണ്. മഹാനായ തഅവ ഉസ്താദ് മദ്യം ഒഴിവാക്കുന്നതിനെ സംബന്ധിച്ചുകൊണ്ട് വളരെ വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ത്യജിക്കേണ്ടതാണേ മദ്യപാനം പൊന്നേ, വിൽക്കുന്നതും കൈകാര്യമെല്ലാം തന്നെ, വൻദോഷമാണത് സോദര എന്നുണ്ട്, സവാജിറിൽ അത് വ്യക്തമായി കിടപ്പുണ്ട്. യുവാക്കളധികവും ഇന്ന് കുടിയന്മാരാ, അതുകൊണ്ട് ഇണയും രാപ്പകൽ കണ്ണീരാ. രസമുള്ളതാ നീ നോക്കടി സ്വൽപ്പം കൂടി, തർക്കിച്ചു നിന്നാൽ മുടി പിടിച്ച പിന്നിടി. സുബ്ഹാന റബ്ബി എന്തിനാ പറയുന്നത്, ഇതുപോലെ സ്ത്രീകൾ എത്രയാ നീറുന്നത്. കള്ളുകുടിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഭവിഷ്യത്തുകൾ വളരെ അധികം ഭയാനകരമാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത്തരം ആളുകൾക്ക് ലഭിക്കുന്ന ശിക്ഷകളെ പറ്റി താക്കീത് നൽകിയിട്ടുണ്ട്. മദ്യപാനി അല്ലാഹുവിനോടും അവന്റെ റസൂലിനോടും എതിര് കാണിക്കുന്നു. തൗബ ചെയ്യാതെ മരണപ്പെട്ടാൽ സ്വർഗീയ മദ്യം തടയപ്പെടുകയും ചെയ്യും. ബിംബാരാധകനെ പോലെ മരണപ്പെടും, സ്വർഗത്തിൽ കിടക്കുകയില്ല. അവന്റെ നിസ്കാരവും മറ്റു സൽക്കർമ്മങ്ങളും അല്ലാഹു സ്വീകരിക്കുകയില്ല. മസ്താവാതെ കള്ളുകുടിച്ചാൽ 40 ദിവസത്തേക്ക് അല്ലാഹു അവനിലേക്ക് നോക്കുകയില്ല. വ്യഭിചാരികളുടെ ഗുഹ്യസ്ഥാനത്ത് നിന്നൊലിക്കുന്ന ചീഞ്ചലമാണ് മദ്യപാനിയുടെ പാനീയം. മദ്യപാനം നടത്തുന്ന സമയം ഈമാൻ ഊരപ്പെടുകയും മദ്യപാനിക്ക് സ്വർഗീയ വാസന പോലും ആസ്വദിക്കാൻ സാധിക്കുകയില്ലെന്നും, മദ്യപാനി രോഗിയായാൽ പോലും സന്ദർശിക്കപ്പെടുകയില്ല. കൂട്ടമായി കള്ളുകുടിക്കുന്നവർ നരകത്തിൽ കൂട്ടമായി പരസ്പരം ആക്ഷേപിക്കുകയും ചെയ്യും. മദ്യപാനി നരകപാനീയം കുടിക്കും മുമ്പേ ചൂട് കാരണം മുഖത്തെ മാംസങ്ങൾ പോലും പാത്രത്തിലേക്ക് ഉരുകിയൊലിക്കുകയും ചെയ്യുന്നു. മദ്യം കുടിക്കുന്നവർ, കുടിപ്പിക്കുന്നവർ, പിഴിയുന്നവർ, സഹായിക്കുന്നവർ, ചുമക്കുന്നവർ, സ്വീകരിക്കുന്നവർ, തൗബ ചെയ്ത് മടങ്ങുന്നതുവരെ ആരുടെയും നിസ്കാരം, നോമ്പ്, ഹജ്ജ്, മറ്റു സൽക്കർമ്മങ്ങളൊന്നും തന്നെ
അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്നതല്ല. മദ്യപാനി സിറാത്ത് പാലത്തിലെത്തിയാൽ സബാനിയാക്കളായ മലക്കുകൾ തളച്ചുമറയുന്ന ചീഞ്ചലം ഒലിക്കുന്ന പുഴയിലേക്ക് അവനെ എടുത്തെറിയുന്നതുമാണ്. മദ്യപാനി ഖബറിൽ വെക്കപ്പെട്ടാൽ മുഖം ഖിബിലയിൽ നിന്ന് വ്യതിചലിക്കുകയും മദ്യപാനിക്ക് ഷഹാദത്ത് കലിമ ഉച്ചരിക്കാൻ സാധിക്കാതെ വരികയും ചെയ്യുന്നു. മദ്യപാനി ഖബറിൽ വെക്കപ്പെട്ടാൽ അയൽ ഖബറാളികൾക്ക് പോലും അവന്റെ ശിക്ഷയുടെ ഭയാനകത അനുഭവിക്കപ്പെടുന്നതാണ്. ബുദ്ധിഭ്രമം ഉണ്ടാക്കുന്ന എല്ലാ കള്ളിൽ നിന്നും നാം ഒഴിഞ്ഞു നിൽക്കേണ്ടതുണ്ട്. മദ്യം മലമൂത്രത്തെ പോലെ നജസാകുന്നു എന്നാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. തൗബ കൂടാതെ മരണപ്പെട്ടാൽ ജഡം പന്നിയുടെ കോലത്തിലേക്ക് രൂപമാറ്റപ്പെടുകയും ചെയ്യുന്നതാണ്. സംരക്ഷണ മലക്കുകളുടെ സുരക്ഷ മദ്യപാനിക്ക് ഒരിക്കലും ലഭിക്കുകയില്ലെന്ന് മാത്രമല്ല, അത് എന്നേക്കുമായി നഷ്ടപ്പെടുകയും ചെയ്യുന്നു, അവൻ തൗബ ചെയ്ത് മടങ്ങി വരുന്നത് വരെ. ഇത്തരത്തിൽ മദ്യപാനിക്കു ലഭിക്കുന്ന ശിക്ഷ അതികഠിനവും ഭയാനകരവുമാണ് എന്ന് ഇത്തരം ശിക്ഷകൾ ഓർമ്മിച്ചുകൊണ്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു വിഭാഗത്തിൽ നാം ആരും പെട്ടുപോകരുത്. മദ്യമെന്ന് പറയുന്നത് അത് അല്പമായാൽ പോലും കുറ്റകരമാണെന്നാണ് ഇന്നലകളിലെ ഹദീസുകളിൽ നാം മനസ്സിലാക്കി വെച്ചത്, പഠിച്ചു വെച്ചത്. എങ്കിൽ ആ ഒരു ലഹരി വരുന്ന ഒരു പദാർത്ഥവും ഞാൻ കഴിക്കുന്നില്ലെന്ന് ശപഥം ചെയ്യേണ്ടവരാണ് നാമൊക്കെയും. ഇന്നത്തെ യുവ തലമുറ അതിൽ നിന്നും വിട്ടുനിന്ന് അള്ളാഹുവിന്റെ പ്രതിഫലം കാക്ഷിക്കുന്ന വിഭാഗത്തിൽ ഉൾപ്പെടുകയും ഈ ശിക്ഷകളിൽ നിന്ന് ഭയക്കുകയും ഈ ശിക്ഷകൾ തനിക്ക് ലഭിക്കാൻ പാടില്ല, അതുകൊണ്ട് ഞാൻ ഇത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നു എന്ന ഒരു ദൃഢപ്രതിജ്ഞയും എടുക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയൊക്കെ ഖൈറിന്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.